Hello guys, so welcome back to my YouTube channel. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ട് ഓഫ് മൈ വ്ലോഗ്, അതായത് മുസ്തുയുടെ ബർത്ത്ഡേ വ്ലോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ആ ദിവസം തന്നെ ഹാഫ് ആയിട്ടേ ഉള്ളൂ. സോ ദ പ്ലാൻ ഈസ് വെരി സിമ്പിൾ. ഷോപ്പിംഗ് ഇൻ ദ മോർണിംഗ്, ഡെക്കറേഷൻ ആഫ്റ്റർനൂൺ ആൻഡ് ഫൈനലി പാർട്ടി ടൈം ഇൻ ദ ഈവനിങ്. ഇതാണ് ഗൈസ് നമ്മുടെ അവസ്ഥ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പുറത്തോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. മറിയും നമ്മളെവിടെ പോവാണ്? മുസ്തുവിന് സർപ്രൈസ് കൊടുക്കാം, മുസ്തുവിനെ കൊണ്ട് ഡ്രസ് എടുക്കാം. നമ്മളെ പറ്റിക്കാണ് ഗൈസ്. ഇവിടെ നമ്മളെ പറ്റിക്കാണ് ഗൈസ്. ആകെ മുസ്തു ഫാൻ അസ്വസ്ഥരാണ്. മുസ്തു ആകെ പുറത്തു പോയി ചുമ്മാ പോവാന്നും പറഞ്ഞാണ് വിളിച്ചത്. പക്ഷെ ഡ്രസ്സ് എടുക്കാനാണെന്ന് മുസ്തുവിന് അറിയാം. അതുകൊണ്ട് തന്നെ സർപ്രൈസ് ആണ് ഗൈസ്. പക്ഷെ അതാണ് മറിയ ഉദ്ദേശിച്ചത്. Okay, first stop, birthday shopping with my sis and of course the birthday boy himself. അപ്പോൾ സർപ്രൈസ് ഒന്നുമല്ല, ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ആണ്. നമ്മൾ മുസ്തുവിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, കാരണം ആ സ്ഥലത്ത് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ മുസ്തുയുടെ സഹായം ആവശ്യമാണ്. ആൻഡ് വി ഡിഡ്ന്റ് ഹാവ് ഇനഫ് ടൈം. സോ ഞാൻ പാട്ടൊക്കെ കേട്ട് പോകുന്ന വഴിയിൽ വീഡിയോ ഒക്കെ എടുത്ത് ചുമ്മാ ഒരു രസത്തിന്, മെമ്മറീസ് റൈറ്റ്. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ക്ലിക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുസ്തു വണ്ടി ഓടിക്കുന്നു, മറിയം വീഡിയോ എടുക്കുന്നു. ഇത് പോകുന്ന വഴിക്ക് ഉള്ള ബീച്ചാണ്. അപ്പോൾ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ പുറത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന വായി നോക്കിക്കൊണ്ട് ഞാൻ പുറകിലിരുന്നു. ആൻഡ് ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഐ വാസ് ഹാവിങ് സിവിയർ സ്റ്റൊമക് പെയിൻ. എനിക്ക് ആസിഡിക് റിയാക്ഷൻ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് നമ്മൾ അസ്ഡേ കയറി ഒരു സ്മൂത്തി, ജിഞ്ചർ ഷോട്ട് അങ്ങനെയൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഡയറക്റ്റ് ഷോപ്പിങ്ങിലേക്ക് പോവാണ്. ഓർ എൽസ് ഐ വിൽ ബി ലൈക്ക് ഐ കാൻറ്റ് കോൺസെൻട്രേറ്റ് ആണ്. അങ്ങനെ കുറച്ച് ഷർട്ടൊക്കെ നോക്കി അത് സെലക്ട് ചെയ്ത് ട്രോളിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ബ്ലാക്ക് അല്ലേ ഇടുന്നത്? അതെ അതെ. മറ്റേ ഇതിൽ സുരാജ് ഡാഡ മമ്മ ബാക്കിയൊന്ന് കൊണ്ടുകൊണ്ട് തയ്ച്ച ഡ്രസ്സ് കാണാം. അതിഷ്ടപ്പെടും എല്ലാത്തിനും പകുതി. ഇതുപോലത്തെ മഷർക്ക് എനിക്ക് അടിച്ചു തന്നിട്ടുണ്ട്. ഇത് ബാക്കി വന്ന ഡ്രസ്സ് തയ്ച്ചതാ. ഇതിനെന്താ പ്രൈസ്? 300 കൊണ്ടിന്റെ ഷർട്ട് അത്. അങ്ങനെ കുറച്ച് ഷർട്ടൊക്കെ എടുത്തിട്ട് മുസ്തു ട്രയൽ ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോഴത്തേക്ക് മറിയം അവൾക്ക് പേരെയുള്ള ഡ്രസ്സ് തപ്പി ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അവളുടെ കണ്ണിൽ പെടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ തപ്പി എനിക്കിഷ്ടപ്പെട്ട 1-2 സാധനം ഞാൻ വാങ്ങിച്ച് പെട്ടിയിലാക്കിയിട്ടുണ്ട് ആ സമയത്ത്. എന്നിട്ട് മറിയത്തിൻ്റെ ഡ്രസ് ഹണ്ടിങ് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇതെടുത്തിരിക്കുകയാണ്. ഇപ്പം ട്രയൽ ചെയ്യാൻ പോവാണ്. കുറേ എടുത്തിട്ടുണ്ട്. അതിന് ഇതിൽ 1-2 എടുക്കുമായിരിക്കും. ട്രയൽ ചെയ്യാൻ പോവാണ്. ഞാൻ ഇത് ഒരെണ്ണം വാങ്ങിച്ചു. ഞാൻ ഒന്നും മേടിച്ചില്ല ഗൈസ്. കൊള്ളാം. പക്ഷെ ഇതെനിക്ക് സ്മോളാണ്, പറ്റില്ല മോളാണ്. ഇതേപോലത്തെ കൊള്ളാം. സമ്മർ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ വിൻ്റർ ക്ലോത്ത് പർച്ചേസ് ചെയ്യണം. അപ്പോൾ നല്ല ഓഫറിൽ സമയം കിട്ടും. പക്ഷെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട കണക്ക് ക്രിസ്മസിന് പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാം ഒരു രസമില്ലാതിരിക്കുന്നു. എനിക്ക് ഇവിടുത്തെ ഓർഗനൈസ് ചെയ്തേക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഭയങ്കര മെസ്സായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് നോക്കിയെടുക്കാനുള്ള എൻ്റെ മൈൻഡ് വർക്കാക്കില്ല ഇങ്ങനെ കാണുമ്പോഴത്തേക്കും. ഞാൻ പോയി ഇത് രണ്ടും പേ ചെയ്തിട്ട് വരാം. യെസ്, പേ ചെയ്യുന്ന എവിടെയാണ് അത് കണ്ടുപിടിക്കണം. ഫസ്റ്റ് അവിടെയാണ് പേ ചെയ്യുന്നത്. ഞാൻ പേ ചെയ്തിട്ട് വരാം. ഞാൻ മൈക്കൊക്കെ വാങ്ങിച്ചു, പക്ഷെ മൈക്ക് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. ഞങ്ങളിലും സമയമാണ് മുസ്തു ഡ്രസ്സ് മാറാൻ എടുക്കുന്നത്. ഇത് പുറത്ത് വരുമ്പോൾ അപ്പോൾ കാണാം. മറിയം എന്തുവാ പറയാനുള്ളത്? എന്തുവാ പ്ലാൻ ചെയ്തേക്കുന്ന മുസ്തുയുടെ ബർത്ത്ഡേക്ക്? ഒരു കേക്ക് കട്ടിങ്, അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഗിഫ്റ്റ് ഓർഡർ ചെയ്ത് ഇതുവരെ വന്നിട്ടില്ല. എല്ലാം ഭയങ്കര പ്ലാനിങ്ങോടെ. സർപ്രൈസ് ആയിട്ട് ഇപ്പോൾ ഒരു ഷർട്ട്. അതെ, മുസ്തുവിനെ അറിഞ്ഞുകൊണ്ട് തന്നെ സർപ്രൈസ് കൊടുത്തു. ഈ മുസ്തുവിനെയും കൊണ്ടുവന്നു. ഇന്ന് മുസ്തുവിനെ കൊണ്ട് ഏത് ഡ്രസ്സാണ് മറിയടിപ്പിക്കുന്നത്? അപ്പം നമ്മൾ ഇതും എടുത്തേക്കുവാണ്. മുസ്തുവിന് അതാണ് ഇഷ്ടപ്പെട്ടത്. നമുക്ക് പോയി പേ ചെയ്യാം. ഞാൻ എനിക്ക് വേണ്ടി ഒരു ഡ്രസ്സും കൂടെ കണ്ടുപിടിക്കട്ടെ. ഓക്കെ, മറിയത്തിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ഇതൊന്നും രസമില്ല ഗൈസ്. കണ്ടതിൽ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇത് കൊള്ളായിരുന്നു.
അല്ലേ മുസ്തു? ഇത് ഇഷ്ടപ്പെട്ടോ? ഇത് നല്ല രസമുണ്ട്. ഇതാണ് മറിയ ഇന്ന് ഇടാൻ പോകുന്നത്. പൊള്ളി. മുസ്തു ഇതാണ് ഇടാൻ പോകുന്നത്. സ്മൂത്ത്. ഇതേ മറിയം നോക്കിക്കേ. സോ ഇപ്പോൾ ഇവിടെ ഹാലോവീൻ വരുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോഴേ ഓൾറെഡി കുറേ സ്റ്റോക്സ് വന്നിട്ടുണ്ട്. അതിപ്പം കോസ്റ്റ്യൂംസ് ആണെങ്കിലും അതേപോലെ ആക്സസറീസ് ആണെങ്കിലും എല്ലാത്തിനും വന്നിട്ടുണ്ട്. അപ്പം ആ കാണുന്ന ടൈപ്പ് ബാഗാണിത്. ആൾക്കാർ ഇവിടെ ഹാലോവീൻ പാർട്ടിക്കൊക്കെ പോകുമ്പം ഇത് ചുമ്മാ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പം ഒരു രസമല്ലേ ഏത്? അപ്പോൾ എനിക്ക് പൊതുവേ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. ബട്ട് ഇറ്റ് ലുക്സ് ക്യൂട്ട് ഫോർ സം റീസൺ. ഐ ഡോണ്ട് നോ, മേ ബി ആ ഷേപ്പ് ആയിരിക്കാം, ഐ ഡോണ്ട് നോ. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ ഏത് കടയിൽ കയറിയാലും കൂടുതലും ഹാലോവീൻ ഐറ്റംസ്, കോസ്റ്റ്യൂംസ് ഹാപ്പിയാണായിരിക്കും. ഇഷ്ടപ്പെട്ടോ ഡ്രസ്സ്? രണ്ടും ഇതാണ് എടുത്തത്. നമ്മൾ മറിയത്തിന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ഇപ്പോൾ മുസ്തുവായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ഡ്രസ്സ് ഇടാൻ വേണ്ടി മറിയം തപ്പി നടന്നിട്ട് ടി കെ മാക്സ് കിട്ടാൻ കൊണ്ട് നമ്മൾ പ്രൈമാർക്കിൽ വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം മറിയം എന്തുവാ എടുക്കാൻ പോകുന്നത്. എൻ്റെ ഹെൽപ്പ് വേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല. അത് ഞാൻ ആദ്യം നോക്കിയായിരുന്നു, പക്ഷെ അതൊരു ഡ്രസ്സല്ല, ഇതുവരെ എടുത്ത് കഴിഞ്ഞിട്ടില്ല. ഇതെങ്ങനെയുണ്ട് ഗൈസ്? മറിയ ഇതെടുക്കാൻ പോവാണ്. ഇറങ്ങി നിൽക്കണം മറിയത്തിന് മുസ്തുടെ ബർത്ത്ഡേക്ക്. ഹായ് ഗൈസ്, ഞാൻ ഈ ഒരു ഡ്രസ്സ് ചുമ്മാ ഇട്ട് നോക്കാൻ വെച്ച് വന്നതാണ്. ഞാനൊരു ഡ്രസ്സ് ഇട്ട് നോക്കി ഗൈസ്, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ലൂസോ ഒരു ഫിറ്റ് എനിക്കിഷ്ടപ്പെട്ടില്ല. നമ്മൾ മറിയത്തിൻ്റെ ഡ്രസ്സ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അടുത്തുള്ള എം&എസിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് മുസ്തു പുറത്തായിരുന്നു, ഒരു കോളിലായിരുന്നു. ആ സമയത്ത് മറിയം കാട്ടിക്കൂട്ടുന്നതാണ് നിങ്ങളെ കാണുന്നത്, ഒരു ഫ്ലവർ വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ ഏത് വേണം, ഇത് കൊള്ളാം, അത് കൊള്ളാം, അത് നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ വരുന്നു കഥാനായകൻ. അങ്ങനെ ഞങ്ങളത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിഞ്ഞ് അവിടെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അത് നല്ലതല്ലേ? സ്ട്രോബെറി ചീസ് സാൻഡ്വിച്ച് കഴിക്കാനല്ല, അത് തപ്പി വന്നേക്കുവാണ് എം&എസിൽ. ഇവിടെ അടുത്തൊരു എം&എസ് കണ്ടപ്പോഴത്തേക്കും വേറെ എവിടെ എം&എസ് ഉണ്ടെന്ന് എനിക്കറിയില്ല അവിടെ. അപ്പം ഞാൻ ഇവിടെ വന്നത് അടുത്ത് കണ്ടപ്പോഴത്തേക്കും നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഫ്രോസൺ ഫുഡ് എവിടെ? നമുക്കിവിടെ പോയി ഫ്രോസൺ ഫുഡ് നോക്കണം. സാൻഡ്വിച്ച് എവിടെ ആയിരിക്കണം? ഐ തിങ്ക് ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് കേസ് അവസ്ഥ. ഞാൻ തപ്പിപ്പോയ ഫുഡ് അവിടെ ഇല്ലെന്ന് വെച്ചാൽ സ്റ്റോക്ക് ഔട്ട് ആയതല്ല, അവരത് നിർത്തലാക്കി. ഇനി അവരത് ഇറക്കുന്നില്ല അങ്ങനെയാണ് പറഞ്ഞത്. എനിക്കറിയില്ല, ഇവിടെ ലണ്ടനിലൊന്ന് ചോദിച്ചു നോക്കണം. വെയിൽസിൽ പറഞ്ഞത് അവരത് സ്റ്റോപ്പ് ചെയ്തു എന്നാണ്. സോ അതിന് പകരമായിട്ട് നമ്മൾ സ്ട്രോബെറി സാൻഡ്വിച്ചിലെ തപ്പിപ്പോയത്. നമ്മൾ 2 സ്ട്രോബെറിയും വാങ്ങിച്ചിട്ട് എം&എസിൽ നിന്ന് തിരിച്ച് വീട്ടിൽ പോയി സ്മൂത്തി അടിക്കാമെന്നും പറഞ്ഞ് ബില്ല് ചെയ്ത് തിരിച്ചിറങ്ങുന്നതാണ് ഈ കാണുന്നത്. മറിയ മുസ്തുവിന് ഫ്ലവർന്ന് വാങ്ങിച്ചത് ഏഞ്ചിൽ തന്നെ വിട്ടാൻ. ഞങ്ങൾ മുസ്തുവിന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് വിടാൻ വേണ്ടിയിട്ട്, ഒറ്റക്ക് പുറത്ത് വിടാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് നടക്കുന്നില്ല. എന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ, അതെ പറഞ്ഞ് വിട്ടിട്ടും പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുസ്തു പോകണം, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. എല്ലാം അവിടുന്ന് എല്ലാം മുസ്തുവോടൊപ്പം തന്നെ ചെയ്താൽ അതിനൊരു ഗുമ്മില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ആയിട്ട് കൊടുക്കണ്ടേ? അതെ, എവിടെയെങ്കിലും ഇരുന്ന് ഒളിച്ചിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി വരിക, അങ്ങനത്തെ പ്രത്യേകതരം ഹോബിയൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. എന്തായാലും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, നടക്കുമെന്ന് നമുക്ക് ബാക്കി കാണാം. സോ ഇത് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന റൂട്ടാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് ലൈറ്റായിട്ടുള്ള ലഞ്ച് കഴിക്കാം. എന്നിട്ട് മുസ്തുയുടെ കസിനെ വിളിക്കാൻ പോകണം. ആഷിക്ക ഏഞ്ചലെത്താം. ആഷിക്ക വർക്കിലായിരുന്നു. അപ്പോൾ ഏഞ്ചലിൽ തന്നെ മുസ്തുവാണ് വിളിക്കാൻ പോകുന്നത്. ആ ടൈമിൽ മുസ്തുവിനുള്ള പ്ലാൻസ് സെറ്റ് ചെയ്യാമെന്നാണ് ഞാനും വീട് പൂട്ടി. പക്ഷെ താക്കോൽ എടുക്കാൻ ധൃതിയിൽ മറന്നുപോയി. നമ്മൾ ഡ്രസ്സ് എടുക്കാനുള്ള ആവേശത്തിൽ ഇത് ബാക്ക് സൈഡാണ്, ആരും ഇത് കൂടെ വരില്ല പ്രതീക്ഷിക്കുന്നു. വന്നിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ മാത്രം ഒന്നും ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ദ ആക്ച്വൽ പ്ലാൻ വാസ് ടു ഹാവ് സ്ട്രോബെറി സ്മൂത്തി. പക്ഷേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് തല പൊക്കച്ചത് കൊണ്ട്, വിശപ്പ് അധികമായത് കൊണ്ടും ഞങ്ങളത് ചോറ്, മോരുകറി, ചിക്കൻ റോസ്റ്റിൽ ഒതുക്കിയിരിക്കുകയാണ്. നമ്മളപ്പം മുസ്തുവിന്റെ ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു ഹാപ്പി ബർത്ത്ഡേ ബാനർ, കുറച്ച് ബലൂൺ, ഇതേ ഉള്ളൂ. ഓപ്പറേഷൻ ബർത്ത്ഡേ begins now. Mission is to turn this normal living room into a party hall. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ബലൂൺ ഒന്നിനും തികയില്ല എന്ന് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. കുറേ ടേപ്പും, അതെ, ഒരു 5 ബലൂൺ ഒട്ടിക്കാൻ കുറേ ടേപ്പും കുറേ സമയമാണ് ഞങ്ങൾ എടുത്തത്. ആൻഡ് വി വേർ എ ടോട്ടൽ മെസ് ഗൈസ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. പുട്ടിങ് എ ബർത്ത്ഡേ ബാനർ വാസ് അനദർ കോമഡി ഗൈസ്. ഒരു സൈഡ് സ്ട്രെയിറ്റ് ആയിരിക്കും, അടുത്ത സൈഡ് ഇങ്ങനെ തൂങ്ങിയിരിക്കും. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്നാമത് കസേരയുടെ മുകളിൽ കയറുന്നതാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. മുസ്തുവിനോട് ഇതും കൂടെ ചെയ്യാൻ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മറിയം തന്നെ ഇത് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കൊന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തുവാണെന്ന് എനിക്ക് മറന്നുപോയി. ഈവൻ ദോ ഐ ഹാഡ് മൈക്ക്, ഐ ഡിഡൻറ്റ് വോണ്ട് ബിക്കോസ് ഇറ്റ് വാസ് എ ലെങ്തി വീഡിയോ. അപ്പം ഞാനത് സ്പീഡാക്കി വോയിസ് ഓവർ കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ ടൈമിൽ ഒറിജിനലായിട്ട് ഞങ്ങൾ കാട്ടിക്കൂട്ടിയെ നിങ്ങൾ കണ്ടിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിരിച്ചൊരു വഴിക്കായനെ. അത് അത്രക്കും കോമഡി ആയിരുന്നു. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, മറിയം അത് ഇടാൻ നോക്കുന്നു, അത് കയ്യിൽ നിന്ന് താഴെ പോകുന്നു. അവൾ ഓൾറെഡി പാർട്ടി മോഡിൽ കയറി കഴിഞ്ഞു. ഷീ വാസ് ലൈക്ക്, ഞാനാണ് പാർട്ടി ഇവന്റ് ഡെക്കോർ ടീമിനെ പോലെ ഇവിടെ ചെയ്യാം, അത് ചെയ്യാം, എല്ലാം നല്ല പ്ലാനാണ്. ഏത് ബർത്ത്ഡേ പാർട്ടിക്ക് പോയാലും ക്രിസ്മസ് പാർട്ടിക്ക് പോയാലും അവിടുന്ന് മറിയം പൊതുവെ മറ്റേ ആളാണ്. ബർത്ത്ഡേ പാർട്ടിക്ക് പോയി ബലൂൺ മോഷ്ടിക്കുക, അതേപോലെ കേക്കിന്റെ പുറത്ത് വെക്കുന്ന പാവ മോഷ്ടിക്കുക, അങ്ങനത്തെ കുറെ ഹോബീസ് ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞാല് ഒരു പരിപാടിക്കും വിളിച്ച് കുടുംബത്തിൽ കയറ്റാൻ പറ്റത്തില്ല. അങ്ങനെയല്ല, എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോട് ഭയങ്കര ഇത് മാറ്റണം. നമുക്ക് ബലൂൺ, ഇത് ലൈറ്റ് കത്തുന്നാണ് പറഞ്ഞത്. ഇപ്പോഴേ വീർപ്പിച്ചു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ നിൽക്കും ഇത്? നമുക്ക് ഒരെണ്ണം വീർപ്പിച്ച് നോക്കാം. 15 hours നിൽക്കും. അതെ, ഓക്കെ. ഓക്കെ, ഇത് സെറ്റ്. ഇവിടെ LED ലൈറ്റ് വല്ലതും ഉണ്ടോ? സോ ഗൈസ്, സോറി, ഞാൻ ഓൾറെഡി പൊട്ടിച്ചു പോയി. ഇതാണ് ഞാൻ പറഞ്ഞ ബലൂൺ. ആക്ച്വലി ബർത്ത്ഡേ സർപ്രൈസ് കിട്ടുന്നില്ല. ചെയ്യാൻ തന്നെ കാരണം എന്താണെന്നറിയോ? ഞാൻ വരുന്നത് അല്ല, മുസ്തു പാവ എപ്പോഴും പറയും ഒരു ആൺകൊച്ചായോണ്ട് അവൻ ഒരിക്കലും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല എന്ന്, സർപ്രൈസ് കിട്ടിയിട്ടില്ല എന്ന്. ഇങ്ങനെയൊക്കെ ഡെക്കോർ ചെയ്ത് സർപ്രൈസ് കൊടുക്കാം. പക്ഷെ നമ്മളെക്കാട്ടും കൂടുതൽ ആൾക്കാർ അവന് വിഷയമുണ്ട്. അത് നീ കണ്ടില്ലേ? പക്ഷേ വെച്ചിട്ടില്ല. നമുക്കൊരു പണി ചെയ്യാം, വരുമ്പോഴത്തേക്ക് വാവ് എന്ന് പറയിപ്പിക്കണം എന്നാണ് ആഗ്രഹം. വന്നിട്ട് പറയുവോ ഇല്ലയോ എന്ന് പറയുമോ. പക്ഷെ ഒരുപാട് എക്സൈറ്റ്മെന്റ് മുഖത്ത് പ്രകടിപ്പിക്കുന്ന ആളായതുകൊണ്ട് ഇത് വലിക്കണം. അത് വായിച്ചേ, ഇതിന്റെ ടെക്നോളജിയാ. ഇപ്പോൾ ഏത് രണ്ടായിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇതാണ് മുസ്തുയുടെ ബർത്ത്ഡേ. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചെറിയ കേക്ക്. കാണുമ്പോ ഒരു ലുക്കില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ശരിക്കും നല്ല ലുക്കുണ്ട് ഗൈസ്. കണ്ടോ വൈറ്റ് ഇതിൽ കത്തുന്നത് കണ്ടോ? നിങ്ങൾ എന്റെ പുതിയ മൈക്ക് കണ്ടായിരുന്നോ? ഞാനിപ്പോ മൈക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇനി സൗണ്ട് ഇല്ല, വോയിസ് ക്ലിയർ അല്ല, അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഈ മൈക്ക് എനിക്ക് തന്നെ കൊടുത്ത ഒരു ഗിഫ്റ്റ് ആണ് ഗൈസ്. അറിയത്തില്ല, ഞാൻ ഭയങ്കര പ്ലാൻ ചെയ്ത ഒരു ട്രോളിയൊക്കെ ആയിട്ടാ വന്നത്. പക്ഷേ അതിലൊന്നും ഡ്രസ്സില്ല. ഒരു ജീൻസ് ഉണ്ട്, ഒരു സ്കേർട്ട് ഉണ്ട്, ഒരു ടോപ്പുണ്ട്. ഒന്നല്ല, 2 ടോപ്പുണ്ട്. വേറൊന്നും ഞാൻ എടുത്തില്ല. 2 ദിവസത്തേക്കല്ലേ എന്ന് വിചാരിച്ച് ഞാൻ മൈൻഡ് ചെയ്തില്ല. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിൽ 2022 ആണ്. ഇവരുടെ മാരേജ് നടന്ന സമയത്തുള്ള ആൽബം ആണ്. ഇപ്പോഴും ഓരോ മാസം വരുമ്പോഴും വർഷം മാറിയെങ്കിലും സെയിം കലണ്ടറാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഗൈസ്, ഇത് എത്ര ചെയ്തിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് തോന്നും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കോപ്പി പോയി ഒരു പാക്കറ്റ് ബലൂൺ വാങ്ങാൻ പോവാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ളത്. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് മുസ്തു വരുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് വേറൊരു കോമഡി. നമുക്ക് പോയി ബലൂൺ വാങ്ങിച്ചിട്ട് വരാം. കാരണം ഇത് ഒട്ടും നമുക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി വൈബില്ല ഗൈസ്. ഭയങ്കര ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നു. കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ തോരണം വാങ്ങാം നമുക്ക്. ഇത് ജസ്റ്റ് ഇങ്ങനെ അടച്ചിട്ടിട്ടാണ് പോകുന്നത്. മറിയത്തിൻ്റെ ഒരു പ്രത്യേക ധൈര്യമാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും ചെരുപ്പ് പോലും മാറ്റിയിട്ടില്ല ഗൈസ്. എനിക്ക് നടക്കാൻ നല്ല പാടുണ്ട്. എന്നാലും അതെനിക്ക് ചേരത്തില്ല, എനിക്ക് ചെറുതാ. കോപ്പിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, സോ യെസ്, മറിയം പൂ നോക്കുന്ന
തിരക്കിലാണ്. വലിയ ഗുമ്മുള്ള ഈ എല്ലാം വാടിയിരിക്കുന്ന പോവാ. ഇത് കൊള്ളാം വൈറ്റ്. കൂട്ടത്തില് അതും ഇതുമാണ് നല്ലത്. ഓക്കെ, ഇതിന് 550 ആണ് ഗൈസ്. നമുക്ക് ബലൂൺ തപ്പുണ്ടല്ലോ, ഇവിടെ എവിടെയെങ്കിലും കാണാതിരിക്കില്ല. വേണോ എന്തെങ്കിലും വേണോ? മോൺസ്റ്റർ ഒന്നും വേണ്ട. ഇവിടെ ആപ്രിക്കോട്ട്, ആ സൈഡ് നോക്ക്, ആ സൈഡ് നോക്ക്, പെട്ടെന്ന്. ദേ ഇവിടെ കാർഡുണ്ട് ഗൈസ്. ഇവിടെ ബലൂൺ ഇല്ല ഗൈസ്. അശ്ശി, ഇതെന്ത് കോപ്പാണ്. ഇതാണ് കോപ്പെന്ന് പേരിട്ടേക്കുന്നത്. വണ്ടി കണ്ടോ ഗൈസ്? ഇൻസ്റ്റാമാർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഓൺലൈൻ ഡെലിവറി ചെയ്യാം. കൊള്ളാം. മറിയം പൂ വാങ്ങിച്ച് അങ്ങോട്ട് പോവാ മറിയാം. ഹായ്, താങ്ക് യു. സ്പെഷ്യൽ. അങ്ങനെ മുസ്തു ഏഞ്ചലിൽ തന്നെ വിളിച്ച് തിരിച്ച് വീട്ടിൽ വന്നു. വെൻ ഹി സോ ദാറ്റ് ഹി വാസ് സോ ഹാപ്പി. മുസ്തു ഭയങ്കര ഹാപ്പിയായി. കാരണം മറിയം പറഞ്ഞ കണക്ക് മുസ്തുവിന് ഇതേപോലെ ഒരു ഭയങ്കര വലിയ വാവ് ഡെക്കർ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കൂടിയും ഇത് അങ്ങനെ കിട്ടിയിട്ടില്ല. സോ ഹി വാസ് സോ ഹാപ്പി. ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് ഇതിലും അടിപൊളിയാക്കാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആൻഡ് വി വർ പ്ലാനിങ് വാട്ട് എൽസ് ടു ഡു. അങ്ങനെ ആഷിക്ക വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അതും ഇരുന്ന് TV കാർട്ടൂൺ കണ്ടു. ഞങ്ങളിരുന്ന് കത്തി വെച്ചു. അങ്ങനെ കുറെ സംസാരത്തിന് ശേഷം ആഷിക്ക വന്നിരിക്കുകയാണ് ഗൈസ്. ബർത്ത്ഡേ പാർട്ടി. എന്താണ് ബർത്ത്ഡേ ആയിട്ട് നമ്മള് ബർത്ത്ഡേ ഒരു ചെറിയൊരു പാർട്ടി സെറ്റ് ചെയ്യാൻ പോവാണ്. മറിയത്തിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 2-3 minutes വാക്കാണ് ഇവിടേക്കുള്ളത്. ഹിക്രീസ് എന്നാണ് പേര്. സോ ഇറ്റ്സ് എ സ്മോക്ക് ഹൗസ്. ഒത്തൻറ്റിക് ബാർബിക്യൂ എല്ലാം കിട്ടുന്നൊരു സ്മോക്ക് ഹൗസ് ആണ്. അവിടുത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണെന്ന് ഞാൻ മറിയത്തിനോട് ചോദിച്ചു. ബിക്കോസ് മുസ്തു വർക്ക്സ് ദേ. നമ്മൾ അപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. എന്ത് കഴിക്കാൻ പോവുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവാ മറിയ ഇവിടെ സ്പെഷ്യലായിട്ട് ഇവിടെ ശരിക്കും സ്മോക്ക് ഹൗസാണ്. 16 hours സ്മോക്ക് ചെയ്യുന്ന ബ്രിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒത്തൻറ്റിക് സ്ഥലമാണ്. Again, the video is so lengthy. അപ്പോൾ അവിടെ പോയിട്ടുള്ള ഫുഡ് കഴിച്ചതും കുറച്ച് ഫൺ എലമെൻസും എല്ലാം ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.